ഓരോ ദേശത്തിനനുസരിച്ച് അനവധി സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ചിലത് നിലനിന്നിട്ടുണ്ട്, ചിലത് ഗ്രന്ഥങ്ങളിലായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്, ചിലത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിട്ടും ഉണ്ട്, ഇപ്പോഴും പൊയ്ക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം ക്ലാസിഫിക്കേഷൻസും ഡിവിഷൻസും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പം ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പം ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദമായിട്ട് ഈ ഓരോ സബ്ജക്റ്റുകളെ, ഈ ആർക്കിയോളജി വിഷയങ്ങളെ, ഇൻഡോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാടുകൾ, അവർ പലരുടെയും പല അഭിപ്രായങ്ങളൊക്കെ നമുക്കെടുത്ത് വേണമെങ്കിൽ പ്രമാണമായിട്ട് പറയാം. പക്ഷേ വിസ്താര ഭയം കൊണ്ടാണ് പറയാത്തത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻസ് പറയുമ്പോഴും ഡിവിഷണൽ പറയുമ്പോഴും പല ഗ്രന്ഥങ്ങളിൽ പലത് പറയുമ്പം കൺഫ്യൂസ്ഡ് ആവരുത്. അത് ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുള്ളത്. അത് ഓരോ ദേശങ്ങൾക്കും ഓരോ കാലങ്ങൾക്കനുസരിച്ചുമായിരിക്കും അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം അത് നോക്കാനും. പിന്നെ അടുത്തൊരു ചോദ്യം വരാവുന്ന, ഇത്രയും വിശദമായിട്ടുള്ള ഇത്രയും വലിയൊരു ശാസ്ത്രം എന്തുകൊണ്ട് പുറക്കോട്ട് പോയി എന്നുള്ളത് ആണ്. ഒരു ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു BC 2000 ഒരു ക്രൈസ്റ്റിന് പുറമോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് ഏജ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. തുറവൂർ വിശ്വംഭര സാറിൻ്റെ ഷഡ്ദർശനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ സീരീസ് യൂട്യൂബിലുണ്ട്, നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു, മലയാളികൾ ഉപയോഗിക്കാതെ വിട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം, തുറവൂർ വിശ്വംഭര സാർ. അപ്പം അദ്ദേഹം ഷഡ്ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബുദ്ധൻ വിഗ്രഹാരാധനകളെ ആക്ച്വലി എതിർക്കാൻ കാരണം വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു വൈദികന്മാരോടുള്ള ഒരു എതിർപ്പിലാണ് അദ്ദേഹം വിഗ്രഹാരാധനയെ മാറ്റിയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ബുദ്ധമതത്തിൻ്റെയൊക്കെ ഒരു വരവ്, അതിനുശേഷം വന്ന മറ്റു മതങ്ങളുടെ പ്രവേശനം, ഇതൊക്കെ കാരണം കൺസർവേറ്റീവ് സൊസൈറ്റിയുടെ ഒരു വരവ്, അതുപോലെ തന്നെ പേട്രിയാർക്ക്, അതുപോലെ മെയിൻ സ്ട്രീം ആയിട്ടുള്ളൊരു ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ് കൾച്ചറിൻ്റെ ഒരു വരവ്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഇൻ പ്രീ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് റിലീജിയസ് മൂവ്മെൻറ്റ്സുകൾ, ആ കാലഘട്ടത്തിൽ നിന്നിരുന്നിട്ടുള്ള ഈ ക്ലാസ്, ക്രീഡ്, ജെൻഡർ, ഈ വിവേചനത്തിനെ ഒന്നും തന്നെ തന്ത്രം സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ പിന്നീട് വന്നാണ്. ഈ പല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതും അതുപോലെ തന്നെ ദുരാചാരങ്ങളും ഒക്കെ പിന്നീട് വന്നാണ്. ഇപ്പം സതി നിർത്തലാക്കിയത് രാജാന മോൺട്രോയാന്ന് പറയും. ഭർത്താവ് മരിച്ചാൽ ഉടനെ ഭാര്യ ചാടി മരിക്കണം എന്നുള്ളായിരുന്നത് ഒരു ദുരാചാരമായിരുന്നു. ഇത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളായിരുന്നു ദശരഥൻ. ദശരഥൻ മരിച്ചപ്പോൾ ഭാര്യമാരാരും ചാടിച്ചത്തില്ലല്ലോ. അത് നമ്മൾ മഹാഭാരത കാലഘട്ടത്തിലും പറയുന്ന യുദ്ധത്തിൽ മരിക്കുന്നവരുടെ ഭാര്യമാരൊന്നും അങ്ങനെ ഇത്രയും സ്ത്രീകൾ വിധവയായിട്ട് ഉള്ള വിഷമത്തിലാണ് അശ്വമേധയാഗം നടത്തുന്നതെന്നൊരു ഭാഗം മഹാഭാരതത്തിൽ കാണാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സ്ത്രീകളാരും ചാടി മരിച്ചിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പിന്നീടുണ്ടായതാണ്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഏജിൽ ഉണ്ടായിട്ടുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിനോഫോബിക്കായിട്ടുള്ള ഈ ഡീപ്ലി മെയിൻ സ്ട്രീം ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ് കൾച്ചറും അതുപോലെ തന്നെ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റീസും ഒക്കെ രാഷ്ട്രീയക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം തന്ത്രശാസ്ത്രത്തിൻ്റെ സർവൈവൽ കുറഞ്ഞു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ തന്ത്രം ഈ വിഷയത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് ഇതുകൊണ്ട് തന്ത്രം കൈകാര്യം ചെയ്യുന്നവരെ കൊണ്ട് ഉപയോഗമില്ലാതായി എന്നുള്ളത്. ഇന്നും തന്ത്രം കൈകാര്യം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജാതീയപരമായിട്ടുള്ള ആ കാസ്റ്റ്, തന്ത്രം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ആ കാസ്റ്റ് സെക്റ്റിനെ അല്ലെ കാസ്റ്റ് കൾട്ടിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് ഇന്നും ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ തന്ത്രത്തിൻ്റെ ഈ സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ പൗരോഹിത്യ മതങ്ങളിലെ പല കാര്യങ്ങളും, അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള മുസ്ലിം അധിനിവേശവും, അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഹിന്ദുയിസ്റ്റ് ഗ്രന്ഥങ്ങൾ പല വെസ്റ്റേണേഴ്സും ബാർബേറിയന്മാരുടെ പുസ്തകങ്ങളാണെന്നും ഉള്ള മോഡേൺ ഫിലോസഫേഴ്സിൻ്റെ ബോധപൂർവമായിട്ടുള്ള പഠനവും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന സാധനം പുറമോട്ടങ്ങ് വലിഞ്ഞു. അപ്പം ഇതിന് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി വന്നിരുന്നു എന്നുള്ളതാണ്. പല ഫ്രീഡം ഫൈറ്റേഴ്സും നാഷണലിസ്റ്റുകളും
ഈ ഗ്രന്ഥങ്ങളെയൊക്കെ എടുത്ത് മാറ്റണം എന്ന് പറയുകയും കൂടെ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഇന്നും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഇന്നും നമുക്ക് ഹിന്ദുക്കളുടെ പല ഗ്രന്ഥങ്ങളും അറിയാം, പക്ഷേ ഒരു 90% ആൾക്കാർക്ക് മനുസ്മൃതി വായിച്ചിട്ടില്ലെങ്കിലും മനുസ്മൃതിയെക്കുറിച്ച് അറിയില്ലേ. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും മനുസ്മൃതിയെക്കുറിച്ചില്ല, അതിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അത്രയും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ഡാർക്ക് സൈഡ് ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഠിക്കുന്നതിനേക്കാളും ഒരു ഇതൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടും ഉണ്ട്. അതിനുശേഷം വന്ന ഈ 19th 20th സെഞ്ച്വറിയിൽ നമ്മുടെ ഈ ബോളിവുഡുകളിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിലും ഒക്കെ വിദേശ ഇൻഫ്ലുവൻസസും വൈദേശികമായിട്ടുള്ള മതങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പല കാര്യങ്ങളും, അതേപോലെ തന്നെ ഇതിൻ്റെ ഓഫ് ഷൂട്ടായിട്ട് വന്നിട്ടുള്ള വൈദേശിക മതത്തിൻ്റെ പൗരോഹിത്യ സംസ്കാരത്തിൻ്റെ ഓഫ് ഷൂട്ടായിട്ട് വന്നിട്ടുള്ള കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വന്നിട്ട് ഈ കാര്യം ബോളിവുഡിലായാലും ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, ബോളിവുഡിലായാലും പല സ്ഥലങ്ങളിലായാലും ഇതിനെ ഒരു തമാശയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് സാംസ്കാരിക മേഖലകളിലൊക്കെ ഇത് വരികയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എന്നും ഒരു കളിയാക്കപ്പെടേണ്ട സാധനങ്ങളായിട്ട് മാറി. അതോടൊപ്പം ഈ വെസ്റ്റേൺ പോപ്പ് കൾച്ചറും ഈ പറയുന്ന സാധനങ്ങളും സിനിമയും ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് ആക്ച്വലി ബ്ലാക്ക് മാജിക്കും സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റുകളായിട്ടങ്ങ് മാറുമായിരുന്നു തന്ത്രം.